ഒരു 100 റിവ്യൂസിന്റെ മുകളിലെങ്കിലും ഉണ്ടോ? അതെ. അപ്പൊ ഏകദേശം 100 റിവ്യൂ ഒക്കെ കയറ്റാൻ കുറച്ച് പാടാ. അതെ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ എന്താണ് നോക്കണം ഈ റിവ്യൂസ് എടുക്കണേല്? റിവ്യൂസിന്റെ കാര്യത്തില് കൺസിസ്റ്റൻസി ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 100 റിവ്യൂ ഉണ്ട്, ഒരു സ്ഥാപനത്തിന് 40 റിവ്യൂ ഉള്ളൂ. അവിടെ ഒരു ചെറിയൊരു വിഷയമുണ്ട്. അതായത് ഒരു സ്ഥാപനം കഴിഞ്ഞ 4 വർഷം മുമ്പാണ് അവർക്ക് 100 റിവ്യൂ കിട്ടിയത്. അതെ. അതിനുശേഷമുള്ള 3 വർഷം അവർക്ക് റിവ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ വേറൊരു ബിസിനസ്സിന് കഴിഞ്ഞ ഒരു 4-5 മാസം കൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റിവ്യൂ കിട്ടിപ്പോകുന്നു, അവർക്കൊരു 40 റിവ്യൂ ഉള്ളൂ. ആ ബിസിനസ് ആയിരിക്കും ഒരു പക്ഷേ റാങ്ക് ചെയ്ത് വരിക. കാരണം അവിടെ റീസെന്റ് ആയിട്ട് റിവ്യൂ കിട്ടിയിരിക്കുന്ന ഈ ബിസിനസ്സിനാണ്. കറക്റ്റ്. പിന്നെ ഓവറോൾ റേറ്റിംഗ് ഒരു വിഷയമാണ്. അതായത് ഇപ്പോൾ 100 റിവ്യൂ ഉണ്ട്, അതിൽ 5 സ്റ്റാർ 4 സ്റ്റാർ റിവ്യൂസ് എത്ര ഉണ്ട് എന്നുള്ളത് നല്ല വിഷയമാണ്. അതിൽ തന്നെ പോസിറ്റീവ് സെന്റിമെന്റ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. 5 സ്റ്റാർ റിവ്യൂ ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ് നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണെന്നെങ്കിൽ ഗൂഗിളിന് മനസ്സിലാവും ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആളുകൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ റാങ്ക് ചെയ്യൂല. റാങ്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് അവിടെ വരും ആ സമയത്ത് വരുമ്പോൾ. പിന്നെ റിവ്യൂ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ആളുകളുടെ അടുത്ത് പല ആളുകളും പറയും റിവ്യൂ ഇങ്ങനെ വേണം എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ചില ആളുകൾ മാക്സിമം കീവേഡ് ഉപയോഗിച്ച് എഴുതിക്കോന്ന് പറയും. അപ്പോൾ ചില സമയത്ത് ഈ കീവേഡ് ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ പബ്ലിഷ് ആവില്ല. കാരണം ഗൂഗിളിന് ഇപ്പോൾ അങ്ങനെ ഒരു പോളിസി ഉണ്ട്, ഒരുപാട് കീവേഡ് സ്റ്റഫ് ചെയ്യുക, പ്രൊമോഷണൽ കണ്ടന്റ് ആയിട്ട് കൂടുതലായിട്ട് പ്രൊമോഷണൽ കണ്ടന്റ് ഉപയോഗിക്കുക. പിന്നെ അവർക്കറിയാം ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് വന്നു പോകുന്ന ആളുകൾ അവിടുത്തെ എംപ്ലോയീസ് ആണെന്ന് അവർക്കറിയാം, പെർഫെക്റ്റ്ലി അറിയാലോ, ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവർ ഇടുന്ന പിന്നെ റിലേറ്റീവ്സിനെ അവർ ടാർഗറ്റ് ചെയ്യും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർ അവർ സ്ഥിരമായി നിൽക്കുന്ന ആ സറൗണ്ടിങ്സിൽ, അല്ലെങ്കിൽ അവർ സ്ഥിരമായി കമ്മ്യൂണിക്കേറ്റ് ഏതെങ്കിലും രീതിയിൽ അവർക്ക് അറിയാൻ പറ്റും. ആ രീതിയിൽ അങ്ങനെയുള്ള ആളുകളുടെ റിവ്യൂ അവർ ഹൈഡ് ചെയ്യാറുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ഹൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, നമുക്ക് ഇമെയിൽ ഐ ഡി ഉണ്ട്. ഇമെയിൽ ഐ ഡിക്ക് ഒരു ട്രസ്റ്റ് സ്കോർ ഉള്ളതായിട്ട് അറിയാമോ? ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ശരി. എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി എനിക്ക് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി ഗൂഗിൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ നടത്തുന്ന എല്ലാ ആക്ടിവിറ്റിയും, ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ജിമെയിൽ. ഈ ജിമെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗൂഗിളിൽ നടത്തുന്ന, ഗൂഗിളിൽ നിന്നല്ല, നമ്മൾ ഇന്റർനെറ്റിൽ നടത്തുന്ന ഏത് ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ നടത്തുന്ന മാൽ പ്രാക്ടീസസ് ഉണ്ട്. ഒരു ബിസിനസ് കൃത്യമായിട്ട് നടന്നു പോകുന്ന ഒരു ബിസിനസ്സിന് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് വെറുതെ ടെമ്പററി ക്ലോസ്ഡ് എന്നും കൊടുത്തു. ഫേക്ക് ഇൻഫർമേഷൻ ആണ്. അതെ. അപ്പോൾ വേറെ സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു, അവിടെ വിസിറ്റ് ചെയ്തിട്ടേ ഇല്ല, ഞാനൊരു നെഗറ്റീവ് റിവ്യൂ ഇട്ടു. പിന്നെ പോവാത്ത ഒരു സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് റിവ്യൂ ഇട്ടു. ഗൂഗിൾ നോക്കുമ്പോൾ ഇയാൾ വെറുതെ മിസ്ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക, അയാളുടെ ഇമെയിലിന്റെ ട്രസ്റ്റ് സ്കോർ അങ്ങ് കുറക്കും. ഈ ട്രസ്റ്റ് സ്കോർ കണ്ടുപിടിക്കാൻ നിങ്ങൾ വഴിയുണ്ടോ? അങ്ങനെ ഒരു സ്കോർ ആയിട്ടില്ല, പക്ഷെ ഉണ്ട്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത്തരം പ്രാക്ടീസ്, ഈ മാൽ പ്രാക്ടീസ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഗൂഗിൾ ഇമെയിൽ ഐ ഡി റെസ്ട്രിക്ട് ചെയ്യും. അന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഒരു ഇമെയിൽ ഐ ഡി എനിക്കുണ്ട്. അത് ശരി. അങ്ങനെയുള്ള ഒരു സംഭവം, അങ്ങനെയുള്ള ഒരാൾ റിവ്യൂ ഇട്ട് കഴിഞ്ഞാലോ, അങ്ങനെയുള്ള ഒരാൾക്ക് റിവ്യൂ ഇട്ട് പബ്ലിഷ് ആവില്ല. റിവ്യൂ ഇട്ടാൽ പബ്ലിഷ് ആവില്ല എന്നത് മാത്രമല്ല, അയാൾക്ക് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിന്റെ ഒരു പ്രൊഡക്റ്റും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് പുതിയൊരു ബിസിനസ് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. ചില ആളുകൾ പറയും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ട്രസ്റ്റ് സ്കോർ കുറഞ്ഞ ചില ആളുകളുണ്ട്, ചില ഇമെയിൽ ഐ ഡി ഉണ്ട്. ആ ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ചില ബിസിനസ്സുകൾ ലിസ്റ്റ് ചെയ്തെന്നായിരിക്കാം. അത് വെരിഫിക്കേഷൻ, വീഡിയോ വെരിഫിക്കേഷൻ ചെയ്തു, ലൈസൻസ് കൊടുത്തു, എല്ലാം ചെയ്താലും ചിലപ്പോൾ നടക്കില്ല. എന്താണെന്ന് അറിയാൻ പറ്റില്ല. പ്രശ്നം ഇവിടെയാണ്. അപ്പൊ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഓണർഷിപ്പ് വേറെ ഇമെയിൽ ഐ ഡിയിലേക്ക് മാറ്റുക, ട്രൈ ചെയ്യുക. നടക്കാറുണ്ട്. ഞാനിപ്പോ ചെയ്യുന്ന ഒരു പരിപാടി പറഞ്ഞു കഴിഞ്ഞാല്, ബേസിക്കലി ഗൂഗിളിനെ ഞാനൊരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഞാൻ പറയല്, കസ്റ്റമർ അവിടെ വന്നോ, ആ കസ്റ്റമർ എടുത്ത് റിവ്യൂ എടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കസ്റ്റമർ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു കസ്റ്റമർ റിവ്യൂ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മുകളിൽ വരും. അതെ. കാരണം വേറെ ആരും ചെയ്യുന്നില്ല. അതില് ബിസിനസ്സുകാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സംഭവം എന്താന്ന് വെച്ചാല്, ഈ റിവ്യൂ, പല ബിസിനസ്സുകാർക്ക് ഈ റിവ്യൂ പിന്നെ ചോദിക്കാൻ ചില മടിയാണ്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, മിക്ക ആളുകളും ചെയ്യുന്ന ഒരു സംഭവമാണ് സ്റ്റാഫുകൾക്ക് ഇൻസെന്റീവ് കൊടുക്കുക. ഇപ്പൊ ഒരു മാസം 100 റിവ്യൂസ് കളക്ട് ചെയ്യുന്ന ഒരു സ്റ്റാഫ്, ഇപ്പൊ ഒരു പിന്നെ ഒരു വലിയൊരു അപ്പാരൽസ് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഫാഷൻ ബ്രാൻഡ് നടത്തുന്ന, അല്ല അങ്ങനെയുള്ള എന്തെങ്കിലും ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്, ഒരു സർവീസ് കൊടുക്കുന്ന ഒരാൾ, അപ്പൊ കുറെ സ്റ്റാഫ് കാണുമല്ലോ. അതെ. അപ്പൊ ഒരു സ്റ്റാഫ് 100 റിവ്യൂ കളക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ സർവീസ് എടുത്ത കസ്റ്റമറുടെ 100 റിവ്യൂ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾക്കൊരു ഇൻസെന്റീവ് ആ രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ഉത്സാഹം ഉണ്ടാവും. എല്ലാവരെയും ഈ പറഞ്ഞ പോലെ ഓണർക്ക് കണ്ട് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ രീതിയിലേക്ക് പോകും. അത് പല ആളുകളും ചെയ്യുന്നുണ്ട് ഇപ്പൊ. അല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ,
ഇതിപ്പോ സ്റ്റാഫിന്റെ സൈഡ് ഒന്ന്, ഈ കസ്റ്റമറെ കൊണ്ട് റിവ്യൂ ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ? റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് പേരിൽ ഡിസ്കൗണ്ട് കൊടുക്കരുത്. നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കാം. നിങ്ങൾക്ക് റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് ഞാൻ തരുന്നു എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഗൂഗിളിന് തേർഡ് പാർട്ടി കംപ്ലൈന്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോം ഉണ്ട്. പല ആളുകൾക്കും അത് അറിയില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ അത് മാനുവലി നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ട് ആണെങ്കിൽ ചിലപ്പോൾ ബിസിനസ് സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. വെറുതെ ആ വഴിക്ക് പോകണ്ട. പിന്നെ എപ്പോഴും നല്ലതെന്ന് വെച്ചാൽ റിവ്യൂ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജെനുവിൻ റിവ്യൂ എഴുതാൻ പറഞ്ഞാൽ കീവേഡ് സ്റ്റെപ്പ് ചെയ്യാതെ ജെനുവിൻ എക്സ്പീരിയൻസ് എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു റെസ്റ്റോറന്റ് പോയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള കുറെ വാക്കുകളുണ്ട്. അതെ, ഡെലീഷ്യസ്, ടേസ്റ്റി, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ്, പിന്നെ വെയിറ്റിംഗ് ടൈം, ഇങ്ങനെ കുറെ വാക്കുകളുണ്ട്. ഗൂഗിളിന് അറിയാം ഈ വാക്കുകളെല്ലാം ഒരു റെസ്റ്റോറന്റുമായിട്ട് ബന്ധപ്പെട്ട കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. ഈ കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ എൻറ്റിറ്റീസ്, അതിന്റെ ആട്രിബ്യൂട്ട്സ്, അതിന്റെ വാല്യൂസ്, അതിന് സെമാന്റിക് ട്രിപ്പിൾസ് എന്ന് പറയും. ഈ സാധനം ആക്ച്വലി ഈ ഫ്രെയിം വർക്കിനകത്തേക്ക് വരും. ഇത് വന്നു കഴിഞ്ഞാൽ ഗൂഗിളിന് അറിയാം. ഗൂഗിളിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് EAV ട്രിപ്പിൾസ് എന്ന് പറഞ്ഞാൽ, സെമാന്റിക് ട്രിപ്പിൾസ്, ആൻസർ ട്രിപ്പിൾസ് എന്ന് പറയും. ഇത് വെച്ചിട്ടാണ് ഗൂഗിൾ ശരിക്കും പറഞ്ഞാൽ ഒരു റിവ്യൂ കണ്ടന്റ് എന്താണെന്ന് നോക്കുന്നത്. ഗൂഗിൾ നേരത്തെ പിന്നെ ഷാൻ പറഞ്ഞു ഒരു മനുഷ്യനെ പോലെ കാണുന്നതാണ്. അതെ, ഞാൻ രണ്ട് രീതിയിലും കാണാറുണ്ട്. ഗൂഗിൾ ഒരേ സമയം ഭയങ്കര മണ്ടനുമാണ്, ഓവർ സ്മാർട്ടുമാണ്. നമ്മൾ ഒരു കണ്ടന്റ് വായിച്ച് മനസ്സിലാക്കുന്ന പോലെ ഗൂഗിളിന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 10 ആർട്ടിക്കിൾ ഉണ്ട്, ഈ 10 ആർട്ടിക്കിൾ നമ്മൾ വായിച്ചിട്ട് ഇതിലേതാ നല്ലത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറെ എക്സ്റ്റേണൽ ആയിട്ട് അതിന് റെഫറൻസ് ഒന്നും വേണ്ട. ഗൂഗിളിന് അത് പറ്റില്ല. ഗൂഗിൾ നോക്കുന്നത് വേറെ പാറ്റേൺ ആണ്. ഇതിൽ എത്രത്തോളം എൻറ്റിറ്റീസ് ഉണ്ട്, അത് ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഏതൊക്കെ റിലേറ്റഡ് എൻറ്റിറ്റീസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണേ, അത് വെച്ചിട്ട് ഏതാ സ്ഥലം എന്ന് പറയണം. പിന്നെ ഫോക്കലോർ, തെയ്യം, പറശ്ശിനിക്കടവ്, സർ സയ്യിദ് കോളേജ്, ഏത് ജില്ലയെന്ന് പറയാൻ പറ്റുമോ? കണ്ണൂര്. ഈ സംഭവമാണ് ആക്ച്വലി ഗൂഗിളും നോക്കുന്നത്. ഈ പറയുന്ന എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, വാല്യൂസ്, ഇതൊക്കെ എവിടെയാണുണ്ടെങ്കിൽ ഇത് ഈ ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇത് ആക്ച്വലി വിൽസ്ലാസ്കി എന്ന് പറയുന്ന ഒരാള് ബാൾട്ടിമോർ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ ആദ്യം എഴുതുമ്പോഴാണ് ഈ ഒരു ട്രിപ്പിൾസ് കണ്ടുപിടിക്കുന്നത്. അതായത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആക്ച്വലി ഇത് കറക്റ്റായിട്ട് പിടികിട്ടും ഗൂഗിളിന്. അങ്ങനെ പുള്ളിയാണ് ആക്ച്വലി സെമാന്റിക് എസ്ഇഒ എന്നുള്ളൊരു പ്രാക്ടീസ് തുടങ്ങുന്നത്. ഇന്ന് പിന്നെ കുറെ ആളുകൾ, കുറെ തുക്ബർഗ് പോലെയുള്ള ആളുകളൊക്കെ അത് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിയാണ് അത് തുടങ്ങുന്നത്. ബാൾട്ടിമോർ എന്നുള്ളൊരു ഇതിനെ പറ്റിയിട്ടൊരു ഇത് തുടങ്ങിയിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മൾ എങ്ങനെയാണ് ആളുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഷാനെ ഞാൻ ഓർക്കുന്നത് എങ്ങനെയാണ്, ഇകോം ഷോ. അതെ, അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് ഓർക്കണമെന്നുണ്ടെങ്കിൽ ആട്രിബ്യൂട്ട്സ്, പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്, ഹൈറ്റ്, വെയിറ്റ്, സിബ്ലിങ്സ്, പാരന്റ്സ്, ആരൊക്കെയുണ്ട്, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരാള് പൂർണ്ണമാവും. അതെ, ഗൂഗിളും അത് തന്നെ നോക്കുന്നത്. എന്തെല്ലാം പിന്നെ ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഒരാൾക്ക്, അപ്പൊ അതിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിന് മനസ്സിലാവും. അപ്പൊ റിവ്യൂലും അതുപോലെയാണ്, കീവേഡ്സ് അധികം വേണമെന്നില്ല. അപ്പൊ നമ്മൾ കീവേഡ് സ്റ്റഫ് ചെയ്ത് എഴുതാൻ പറയേണ്ട, ജെനുവിൻ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് ഗൂഗിളിന് കൃത്യമായിട്ട് അറിയാം എന്ത്, ഈ ആൾ എഴുതിയിരിക്കുന്നത് ജെനുവിൻ ആണ്, പറഞ്ഞിരിക്കുന്നത് ഫുഡിനെ കുറിച്ചാണ്, അത് ടേസ്റ്റി ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമർ സർവീസ് ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമർ സർവീസ് ഗുഡ് ആയിരിക്കുന്ന ഒരു സ്ഥലത്ത്, ഫുഡ് ടേസ്റ്റി ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് ആ റെസ്റ്റോറൻറ്റ് എന്തുകൊണ്ടും നല്ലതാണെന്ന് കസ്റ്റമർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് സെർച്ചിൽ. ഈ ഒരു ബുദ്ധി ഗൂഗിളിനുണ്ട്.